ഫോർക്ക് ഗോൾഡൻ കളർ പക്ഷേ നമ്മൾ ഈ ഒരു ബ്ലൂവിലേ കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കളേഴ്സിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ബ്ലാക്ക് കളറായിരിക്കും വരുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു കണക്ഷനിലോ ഇത് നമ്മളിപ്പോൾ കാണുന്ന ഒരു മാറ്റ് ഫിനിഷ് ആണ് ബ്ലൂ കളറിൽ. അതും ബാക്കിയുള്ള കളേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇത് ഗ്ലോസി ബ്ലാക്ക് ആയിട്ട് മാറുന്നതാണ്. ചെറിയ മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഒരു ഗ്രേഷ് ഗ്രീൻ എന്ന് പറഞ്ഞുള്ള വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് ഗോൾഡൻ അലോയ്സ് ആയിട്ട് മാറുന്നതാണ്. കുഞ്ഞു കുഞ്ഞു ഡിഫറൻസസ് ആണ്. ഇതാണ് മെയിനായിട്ട് 4 കളേഴ്സ് വരുന്നത്. നമ്മൾ മെറ്റാലിക് ബ്ലൂ ഓൾറെഡി കണ്ടു. ഇതാണ് ഒരു മെറ്റാലിക് ഗ്രേ വന്നിട്ടുള്ളത്. അതിൽ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ അവിടെ മെറ്റാലിക് ആണെങ്കിൽ പോലും സൈഡ് കവർ ഫെൻഡർ ഒക്കെ ഒരു മാറ്റ് ഫിനിഷ് ആണ് വന്നിട്ടുള്ളത്. റെഡിലേക്ക് വന്നാൽ കംപ്ലീറ്റ്ലി ഒരു മെറ്റാലിക് ഫിനിഷ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സൈഡിലൊക്കെ ഇത്തരത്തിലാണ് ഒരു ഡിസൈൻ. നമ്മുടെ ബ്ലൂ തന്നെയാണ് അതിൻ്റെ പക്ക ഒരു റെഡ് വെർഷൻ എന്ന് പറയാവുന്ന രൂപത്തിലാണ്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി ഗ്രേ സ്ക്രീനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സ്ട്രൈപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നും തമ്മിൽ വേരിയൻസോ അല്ലെങ്കിൽ വിലയിൽ വ്യത്യാസമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് കളേഴ്സിൻ്റെ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. പ്രൈസ് എല്ലാം സെയിം ആണ് വരുന്നത്. ഇതിലൊരു സ്ട്രൈപ്സ് ഒക്കെ രസമായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു റെട്രോ തീമിലേക്ക് ഈ ഒരു ഗ്രേഷ് ഗ്രീൻ കളർ നിൽക്കുന്നുണ്ട് എന്ന് പറയാം. പ്രത്യേകിച്ച് ആലോയുടെ ഡിസൈനൊക്കെ മാറുന്നതിനനുസരിച്ച്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഈ ഒരു ഗ്രേഷ് ഗ്രീൻ ആണോ, റെഡ് ആണോ, ഗ്രേ ആണോ, ബ്ലൂ ആണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് അറിയിച്ചു. 1.5 ലക്ഷം റേഞ്ചിലൊക്കെ ഇതിന് മുകളിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആർക്കെങ്കിലും ഇറക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള യമഹയുടെ XSR 155 ആണ് എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ ഒരു മെറ്റാലിക് ബ്ലൂ എന്ന് പറഞ്ഞ കളർ ഒരു റെട്രോ മോഡേൺ ഡിസൈനിൽ വന്നിട്ടുള്ള വാഹനമാണ്. ഉദാഹരണമായിട്ട് സിമ്പിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ലൈറ്റ്സ് കാര്യങ്ങൾ ടാങ്ക് സീറ്റൊക്കെ നോക്കിയാൽ ആ ഒരു റെട്രോ ഫീൽ നമുക്ക് കിട്ടും. അവിടെ താഴേക്ക് എഞ്ചിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഒരു ലിക്വിഡ് കൂളിങ്ങിൻ്റെ ഏരിയ, അലോയ് വീൽസ്, ഡിസ്ക് ബ്രേക്സ്, എക്സോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുഡ് പെഗിൻ്റെ പ്ലേസിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു മോഡേൺ ടച്ച് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പുതിയ XSR 155 1.5 ലക്ഷം റേഞ്ച് എന്ന് ഞാൻ പറഞ്ഞത് എക്സ്ഷോറൂം പ്രൈസ് ആണ്. ഓൺ റോഡ് 1,97,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. എന്തൊക്കെയാണ് ഈ വിലക്ക് നമുക്ക് കിട്ടുക വിശദമായിട്ട് നോക്കാം. ആ ഒരു റെട്രോ മോഡേൺ ഡിസൈൻ മുകളിലും താഴെയും ഡിഫറൻസ് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും ചെറിയൊരു മാറ്റം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ആ ഒരു റെട്രോ ഡിസൈനിലേക്ക് വേണ്ടി കൊടുത്തുള്ള എലമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് മൊത്തം ഒരു പുതിയ ഐറ്റംസ് ആണ്, പുതിയ ഡിസൈനാണ്. നമ്മൾ ഒരു യമഹ വാഹനത്തിൽ ഇതുവരെ കാണാത്തതാണ്. പക്ഷേ താഴേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്വിംഗാമിൻ്റെ ഏരിയയും അതുപോലെ ഒരു ഡെൽറ്റ ബോക്സ് ഷേപ്പിലുള്ള നമ്മുടെ ആ ഒരു സിഗ്നേച്ചർ, യമഹ സിഗ്നേച്ചർ ആയിട്ടുള്ള ആ ഒരു ഷാസി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ MTയിലും അതുപോലെ തന്നെ R15 നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് താഴേക്ക് വന്നാൽ എഞ്ചിനാണെങ്കിലും അതുപോലെ ഒരു ഷാസിയുടെ ഒരു പീസ് സ്വിംഗ്, അലുമിനിയം സ്വിംഗാം, എക്സോസ്റ്റും സിമിലർ ആണ്. പക്ഷേ അതിൻ്റെ കവറിങ് ഒരു പുതിയ ഡിസൈൻ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എഞ്ചിൻ നമ്മുടെ ആ ഒരു 155 VVA ടെക്നോളജി ഉപയോഗിക്കുന്ന ഏറ്റവും ടോപ്പ് ക്ലാസ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിൻ എന്ന് ഞാൻ പറയും. കാരണം ഒരു എൻട്രി ലെവൽ എന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിച്ചാലും അതിൽ ഒതുക്കി നിർത്താൻ പറ്റില്ല. എന്നാൽ പോലും നമുക്ക് പെർഫോമൻസ് വേണമെങ്കിൽ അത് ലഭിക്കും, മൈലേജ് വേണമെങ്കിൽ അത് കിട്ടുന്നുണ്ട്, ലോ എൻഡ് ടോർക്ക് വരുന്നത്, അതായത് അടിക്കടി ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, അത്യാവശ്യം നല്ല ലോ എൻഡ് ടോർക്ക് വരുന്നുണ്ട്, ടോപ്പ് എൻഡ് കിഡിലാണ്. ഇങ്ങനെ ഓൾ ടുഗദർ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ നമുക്ക് അധികം എവിടെ ഇല്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ തന്നെയാണ് യമഹയുടെ ആ ഒരു 155 cc നമ്മുടെ ലിക്വിഡ് കൂളിംഗ് വരുന്ന ഒരു എഞ്ചിൻ. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ ഓൾറെഡി മറ്റുള്ള വാഹനങ്ങൾ കണ്ടിട്ടുണ്ട്. XSR 155 വന്നാൽ എന്തൊക്കെയാണ് മാറ്റുന്നത് വെച്ചാൽ ആ ഒരു റെട്രോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് LED തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് റിയറിലും ഫോളോ ചെയ്ത് വരുന്നത്. റിയറിൽ നമുക്ക് ആ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റും ഒരു റൗണ്ട് ഷേപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും MT അല്ലെങ്കിൽ R15 ഒക്കെ എടുക്കുന്നവർ ബ്ലിങ്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെക്കാറുണ്ട്. ഇതിലെന്തായാലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഓൾറെഡി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതിൽ ഹസാർഡ് ലാമ്പ് അടക്കം നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് USD ഫോർക്കാണ്, അതിനൊരു ഗോൾഡൻ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 250 മില്ലിമീറ്റർ വരുന്നൊരു ഡിസ്ക് ബ്രേക്കാണ്, സിംഗിൾ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അലോയുടെ ഡിസൈൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് MTയിലൊക്കെ വരുന്ന സെയിം അലോയ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. 17 ഇഞ്ചാണ് ടയർ സൈസ്. ഫ്രണ്ടിൽ 180 പ്രൊഫൈലുള്ള 17 ഇഞ്ച് വരുന്നുണ്ട്. ഏകദേശം 120 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതൊക്കെ ഡീസൻ്റ് ആണ് എന്ന് പറയാം. നമുക്കതിൻ്റെ ഓപ്പൺ ആയിട്ട്, അതായത് ഒരുപാട് നമ്മൾ MTയിലോ അല്ലെങ്കിൽ R15 കാണുന്ന പോലെയല്ല, നമുക്കിതിൽ ഒരുപാട് ഒരു നേക്കഡ് രൂപത്തിലാണ് നമുക്കിത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് പാർട്സ് നമുക്ക് എക്സ്പോസറായി നിൽക്കുന്നത് കാണാം. അതിൽ പ്രധാനമായിട്ട് വരുന്ന ഈ ഒരു കോയിലിൻ്റെ ആണ്. ഇതിനകത്ത് കോയിൽ വരുന്നുണ്ട്. അത് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഷേപ്പ് അവർ ഈ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അതൊരു വെറുതെ ഒരു ഡിസൈനിന് വേണ്ടി കൊടുത്തിട്ടുള്ള അത് ഇത്തിരി ഒരു ബോറാണ് മൊത്തത്തിൽ ഓവറോൾ ലുക്ക് നോക്കുന്ന സമയത്ത്. പക്ഷേ വേറെ വഴിയില്ല, അത് അവിടെ കൊടുക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹോണിൻ്റെ പ്ലേസിങ്ങും കറക്റ്റ് ആ ഒരു ഹെഡ്ലൈനിന് താഴെയായിട്ട് നമുക്ക് കാണുന്ന രൂപത്തിൽ തന്നെയാണ്. അതൊക്കെ ആ ഒരു വിസിബിൾ ആണ് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആണ് എന്നുള്ളതാണ്. വേറെ വഴിയില്ല, എവിടെയും ഇത് ചുരുക്കി വെക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, ഇതൊന്നും അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഡിസൈൻ ഒരു ന്യൂ ഡിസൈനാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെട്രോ ഫീൽ തരുന്ന രൂപത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 10 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. അപ്പോൾ അത്യാവശ്യം ഓവറോൾ നോക്കുന്ന സമയത്ത് ഡീസൻ്റ് എന്ന് പറയാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ല ടാങ്ക് റേഞ്ച് ഒന്നും പറയാനില്ല, ഡീസൻ്റ് ആണ്. അതിൽ എനിക്ക് എല്ലാ വാഹനങ്ങളും ഏത് കളർ എടുത്താലും മുകളിൽ XSR എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട്. കീ നോക്കുകയാണെങ്കിൽ യമഹയുടെ ഒരുപാട് വാഹനങ്ങളിൽ വന്നിട്ടുള്ള കീ കാര്യങ്ങൾ തന്നെയാണ്. അതിവിടെ പുതുമയ കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ അവിടെ താഴേക്ക് വന്നാൽ യമഹ എന്നുള്ളൊരു ബാഡ്ജും കൂടിയിട്ടുള്ളൊരു സൈഡിലൊരു പീസ് കാണാം. 155cc എഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. ഫുഡ് ബാക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചൊരു റിയർ സെറ്റാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്പോർട്ടി ഫീലോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന പോലെ തന്നെയാണുള്ളത്. ഒരു സ്ക്രാംബ്ലർ ആ രൂപത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഒരു പൊസിഷൻ ചേഞ്ച് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എക്സോസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു നമുക്ക് സാധാരണ കിട്ടുന്നത് തന്നെയാണ്. അതിൽ കവറിങ് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇന്നർ പരിപാടികളും കാര്യങ്ങളൊക്കെ സെയിം നമ്മൾ MTയിൽ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ബാക്കിലേക്ക് വന്ന 220 mm ഡിസ്ക് വരുന്നത്. ടയർ സൈസ് 17 ഇഞ്ചാണെങ്കിൽ പോലും പ്രൊഫൈൽ മാറ്റാണ്. നമുക്ക് 140-70 പ്രൊഫൈലുള്ള 17 ഇഞ്ച് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് MRFൻ്റെ റെവ്സെറ്റ് എന്ന് പറയുന്ന ഒരു സീരീസാണ്. പക്ഷേ ഇതിലേക്ക് നമുക്കിതിൻ്റെ സീറ്റ് കണ്ടില്ലേ നിങ്ങൾ, ശരിക്കും ആ ഒരു സ്ക്രാംബ്ലറിലൊക്കെ വരുന്ന ടൈപ്പ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രോസ് പാറ്റേൺ ഒക്കെ ടയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ കണ്ടു. അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് നല്ല കാണാൻ മൊഞ്ചുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സീറ്റ് നോക്കിയപ്പോൾ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഒരു പൊടിക്ക് ഹാർഡാണ്. ചിലപ്പോൾ കുറേ ഇരുന്ന് സെറ്റ് ആകുമായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഇനീഷ്യലി നമുക്ക് കുറച്ച് ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ MTയുള്ള സെയിം അതേ കൺട്രോൾസ് കാര്യങ്ങളാണ്. ലോ ബീം, ഹൈ ബീം, ഹോണ്, ഇൻഡിക്കേറ്റർ. ഇവിടെ നമുക്ക് സെൽഫ് എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. ഹസാർഡിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഒരു LCD റൗണ്ട് ഷേപ്പിൽ, നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾക്കൊക്കെ യോജിച്ച രൂപത്തിൽ റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് വൈ കണക്ട് എന്ന് പറയുന്ന യമഹയുടെ ആപ്പ് ഉപയോഗിച്ച് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ, ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഫസ്റ്റ് സർവീസ് നമുക്ക് 1000 കിലോമീറ്ററിലാണ്, പിന്നെ 3000 കിലോമീറ്ററാണ്. അങ്ങനെ ഓരോ 3000 കിലോമീറ്ററിലാണ് 4 ഫ്രീ സർവീസും യമഹ തരുന്നുണ്ട്. അസിസ്റ്റീവ് സ്ലിപ്പർ ക്ലച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലച്ചൊക്കെ വളരെ ലേറ്റ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നമുക്ക് ടൗണിൽ ബ്ലോക്കിലൊക്കെ എത്ര ദൂരം ഓടിച്ചാലും നമുക്ക് കയ്യിനൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു മടുപ്പോ ഫീൽ ചെയ്യാത്തൊരു ക്ലച്ചാണ് വന്നുള്ളത്. ഞാൻ ഓൾറെഡി എഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അത്യാവശ്യം അടിക്കടി ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് അത്യാവശ്യം ഒരു നിങ്ങൾ 25 കിലോമീറ്റർ സ്പീഡ് വരെ താഴേക്ക് വന്നാലും നമുക്കൊരു 4ാമത്തെ ഗിയറിലോ അറ്റ്ലീസ്റ്റ് 3ാമത്തെ ഗിയറിലെങ്കിലും എടുത്തിട്ട് പോകാൻ പറ്റും. അത്യാവശ്യം ലോൻ്റെ ടോർക്ക് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിൽ തന്നെയാണ്. വളരെ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഇത് എന്ന് പറയും. R15 MTയിലൊക്കെ വരുന്ന പോലെ റിയർ സെറ്റാണ് ഫുഡ് ബ്രേക്ക് എന്ന് ഞാൻ പറഞ്ഞു. നോർമലി നമുക്ക് കാല് വെക്കുമ്പോൾ ഈ ലെവലാണ് വരേണ്ടത്. ഇത് പക്ഷേ കണ്ടോ, കുറച്ച് പുറകിലേക്ക് നമ്മൾ കാല് വെച്ചിരിക്കുകയാണ്. പക്ക ഒരു സ്പോട്ടി ഫീൽ തരുന്നുണ്ട്. നെയ്ക്കഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. 137 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. MTനേക്കായി ഒരു 4 കിലോ കുറവേ വരുന്നുള്ളൂ. വളരെ നൈസായിട്ടുണ്ട് ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ. ഞാനിപ്പോൾ ഒരു നമ്മുടെ തൃശ്ശൂർ ടൗണിൽ കൂടെ വൈകിട്ട് ഒരു 4-4:30 സമയത്താണ് ഓടിച്ചത്. അത്യാവശ്യം നല്ല ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഈ ഒരു പൊസിഷൻ. ഇത് എനിക്ക് എൻ്റെ ഹൈറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പൊസിഷനാണെന്ന് പറയാം. എനിക്ക് ആ ഒരു ഫസ്റ്റ് ജനറേഷൻ FC എന്നൊക്കെയാണ് ഈ ഒരു ഫീൽ. യമഹയുടെ വണ്ടി ഏതെങ്കിലും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കറക്റ്റ് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിന് പറ്റും. എനിക്ക് MT എനിക്ക് തീരെ പറ്റില്ല, കാരണം വളരെ അടുത്താണ് നമുക്ക് ഹാൻഡിൽ ബാർ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്രാംഡാണ്, ഇവിടെ സ്പേസ് ഇല്ലാത്തൊരു ഫീലാണ് എനിക്കുള്ളത്. R15 പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഇതും വന്നിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് വലിയൊരു വണ്ടിയല്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു വണ്ടി തന്നെയാണ്. MTയുടെ ആ ഒരു അത്ര തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. MT കണ്ടാൽ തന്നെ നമുക്കറിയാലോ, ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് കാണുന്ന പോലെ സൈഡ് പ്രൊഫൈലും ബാക്ക് നമുക്ക് കയറി ഇരുന്നാലൊക്കെ ഒരു കുഞ്ഞു വണ്ടിയായിട്ട് ഫീൽ ചെയ്യും. അതേ രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. അതിനേക്കാൾ വെയിറ്റും കുറവാകുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി നിമ്പിളായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഹൈബറിനേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ നമുക്ക് ഡെയിലി യൂസിന് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വാഹനമാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലൂടെയും ബ്ലോക്കിലൂടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഒരു വീക്കെൻഡ് റൈഡൊക്കെ നമുക്ക് ഒരു ടോപ്പ് എൻഡ് അടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന രൂപത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ അത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഹൈറ്റ് ഇത്രയും വരുന്നുണ്ട്. 810 മില്ലിമീറ്ററാണ് സീറ്റ് ഹൈറ്റ് വന്നിട്ടുള്ളത്. 6 ഡേറ്റിൽ കൊണ്ട് തന്നെ എനിക്ക് ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 മുതലുള്ളവർക്കൊക്കെ ഫ്ലാറ്റ് ഫൂട്ട് അല്ലെങ്കിൽ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് എന്നുള്ള രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കൊള്ളാം, നൈസാണ്. നമുക്കിനി എക്സോസ്റ്റ് നോട്ട് കൂടി ഒന്ന് കേട്ട് നോക്കാം. സ്റ്റാൻഡ് ഒരു നമുക്ക് കേട്ട് പരിചയമില്ല, കാരണം എഞ്ചിനും എക്സോസ്റ്റ് ഒന്നും മാറാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുത്തൻ എക്സോസ്റ്റ് നോട്ടൊന്നും കേൾപ്പിക്കാനില്ല. നിങ്ങൾക്ക് MTയിൽ എങ്ങനെയാണ് നിങ്ങൾ കേൾക്കാറുള്ളത് അതുപോലെ തന്നെയുള്ള എക്സോസ്റ്റ് നോട്ട് തന്നെയാണ് XSR 155 നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഏകദേശം പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MT ഇതും തമ്മിലൊരു 5000 രൂപയുടെ പ്രൈസ് ഡിഫറൻസും വരുന്നുണ്ട്. നമുക്ക് ഇത് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. 1,97,000 ഓൺ റോഡ് വരുന്നത്. സ്റ്റോക്കും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി ഡെലിവറി വേണം, എല്ലാ കളറും നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. അതിന് MTയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 2,02,000 ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പിന്നെ പല പല വേരിയൻസ് വരുന്നുണ്ട്. 2,10,000 വരെയൊക്കെ ഓൺ റോഡ് വില വരുന്ന വേരിയൻസ് ഉണ്ട്. അപ്പോൾ ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 5000 രൂപയുടെ ഡിഫറൻസ്, 5000 രൂപയുടെ മാറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഫാമിലി പർപ്പസും കൂടി മീറ്റ് ചെയ്യുന്ന രൂപത്തിലും നമുക്ക് കുറച്ചുകൂടി സിറ്റിയിൽ ഓടിക്കാൻ
ചെയ്യാനോ കുറച്ചുകൂടി അടിപൊളിയായിട്ടും കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താം MT വേണോ അല്ല നമുക്ക് XSR വേണോ എന്നുള്ളത്. പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ശരിക്കും ഇതിൻ്റെ ലുക്ക് നമുക്കൊരു ഒരു കഫേ റൈസർ ആക്കാൻ പറ്റിയൊരു കൗള് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും അതിൻ്റെ ഒപ്പമുള്ള കുറച്ച് ആക്സറീസ് കൂടി ഏകദേശം 12,000 രൂപയോളാണ് വില വരിക. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് ആകെയായിട്ട് മാറുന്നുണ്ട്. ഇത് നമ്മൾ ഒരുപാട് വിദേശ ഈ ഇൻ്റർനാഷണൽ പുറത്തിറങ്ങുന്ന ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരുപാട് വാഹനങ്ങളുടെ മായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു ലുക്കിലേക്ക് ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഡിസ്പ്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വിട്ടുപോയി. നമുക്ക് ഒരു കളർ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതിൽ അത്യാവശ്യം നമുക്ക് ടെൽറ്റൈൽ ലൈറ്റ്സ് കാര്യങ്ങൾ, ന്യൂട്രൽ ABS പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടാക്കോമീറ്റർ കാണാൻ ഭംഗിയുണ്ട്. ഇതിങ്ങനെ ഫുൾ റൗണ്ടിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഒരു അനലോഗിൻ്റെ കുറവ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സ്പീഡോമീറ്റർ അത്യാവശ്യം ഇൻഫർമേഷൻസ് ഉണ്ട്. കുഞ്ഞതാണെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു പർപ്പസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഓവറോൾ ലുക്കും 1,97,000 പ്രൈസും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? വാല്യൂ ഫോർ മണിയാണ്. പ്രത്യേകിച്ച് എഞ്ചിൻ മറക്കണ്ട, നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള VVA ടെക്നോളജി ഉപയോഗിക്കുന്ന എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് ഈ വിലയിൽ ഇപ്പോൾ യമഹ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും എല്ലാ കളേഴ്സും നേരിട്ട് കാണണമെന്നുണ്ടെങ്കിലൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.